ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ബിദ്അതു തൻഖസിമു ഇലൽ അഹ്കാമിൽ ഖംസ. ഈ ബിദ്അത്ത് കേൾക്കുമ്പോഴേക്ക് ഈ വഹാബികൾ ഒരു അറപ്പുണ്ടാക്കിയത് അതുപോലെ വിവരക്കേടാ. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഇതേ ഇറ്റങ്ങൾ ഓതുള്ളൂ. എല്ലാ ബിദ്അത്തും ളലാലത്താണ്, ളലാലത്തൊക്കെ നരകത്തേക്കാണ്. എന്തെല്ലാം വിവരക്കേടുകളാണ്, അന്തല്ലാത്ത ഉസൂലുകളാണ് ഇവിടെ വഹാബികൾ പടുത്തുയർത്തിയത്. അതിൻ്റെയൊക്കെ അസുലെന്താ? മിനൽ ജഹിൽ, വിവരമില്ലായ്മ. ബിദ്അത്ത് കൂട്ടരെ 5 ഇനമുണ്ട്. കേൾക്കി. 1, വാജിബത്ത് അൽ ബിദ്അത്തുൽ വാജിബ. നിർബന്ധമായ ബിദ്അത്ത് റസൂലുള്ളാഹിന്റെ കാലത്തില്ലത്, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഏതാണ്? കൽ ഇസ്തിഗാൽ ബി ഇൽമിൻ നഹ്വി. നഹ്വിൻ്റെ ഇൽമു കൊണ്ട് ശൂലാകണം. നഹ്വും സ്വന്തം പഠിച്ചണ്ടേ? ഇത് വഹാബിനെ പഠിച്ചല്ലേ? അവൻ ബിദ്അത്ത് തന്നെ അല്ലടോ. അത് അനിവാര്യമായ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബിദ്അത്ത. അതേപോലെ വബിമാ യുഫ്ഹമു ബിഹി കലാമുല്ലാഹി തആല വ കലാമു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ കലാം മനസ്സിലാക്കാൻ, ആ ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ എന്തൊക്കെ പഠിക്കേണ്ടി വരും? മന്തിക്ക്, മഅനി, അതുപോലത്തെ ഓരോ ശാസ്ത്രങ്ങളൊക്കെ. ഇതൊക്കെ എന്തായി മാറും? ബിദ്അത്ത് വാജിബത്തായ, നിർബന്ധമായ ബിദ്അത്താണ്. കാരണം ലിഅന്ന ഹിഫ്ള ശരീഅത്തി വാജിബ വലാ യതഅത്താ ഇല്ലാ ബിദാലിക്. ശരീഅത്തിനെ കാക്കൽ, സംരക്ഷണം നമ്മൾ ബാധ്യതല്ലേ? അതിനെന്ത് വേണം? നഹ്വും സർഫും മന്തിക്കും മഅനിയും അലങ്കാരം മറ്റേ പഠിച്ചണ്ടേ? ഒക്കെ ഓരോ അതിൻ്റേതായ ഖദർ. അപ്പോൾ അതെന്താണ്? വാജിബ് എന്തുകൊണ്ടാണോ താമാണ്, ഫഹോ വാജിബ്, അതും വാജിബനല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിർബന്ധമായ വാജിബത്തായ ബിദ്അത്തുണ്ട്. ഇനി വൽ മുഹറമ, നിഷിദ്ധമായ ബിദ്അത്ത്, കമദാഹിബിൽ ഖദരിയ്യത്തി വൽ മുജസ്സിമ. ഖദർ നിഷേധികളുടെ, അള്ളാഹ്ക്ക് തടിയുണ്ട് എന്ന് പറഞ്ഞ ആളുകളുടെ അവിടെ വിധണ്ട ചില വാദങ്ങളെപ്പോലെ. കുഫ്രിയത്തിന് പിന്നെ കാഫിറായി, അതുപോലെ കാഫിറായിട്ടില്ല. അങ്ങനത്തെ പൊട്ടവാദങ്ങളൊക്കെ, അതും ഹബീബിൻ്റെ കാലത്തില്ല. പിന്നെ അത് നിഷിദ്ധമാണ്. നിഷിദ്ധമായ ബിദ്അത്ത് അത് ളലാലത്താണ്, അത് നരകത്തിലേക്കാണ്. ഇതിലാണ് നമ്മളെ മൗലിദിനൊക്കെ അന്തല്ലാത്ത വഹാബികൾ പെടുത്തുന്നത്. മാഷാ അല്ലാഹ്. ഇത്ര അന്തല്ലാത്ത ഈ ഭാഗം ലോകത്ത് വേറെ ഉണ്ടാവോ? ഹബീബിൻ്റെ മൗലിദ് ഓതുക, റസൂലുള്ളാഹി തങ്ങളെ അപദാനം, അത് റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ നിഷിദ്ധമായ ബിദ്അത്താണല്ലോ, പൊട്ട. ഇനി വൽ മന്ദൂബ, സുന്നത്തായ ബിദ്അത്ത്, അയിലാടോ റസൂലുള്ളാഹിന്റെ കാലത്തില്ല. കണ്ടില്ലേ? കുല്ലു ഇഹ്സാനിൻ ലം യുഹദ് ഫിസ്സദറിൽ അവ്വലി. ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെടാത്ത എല്ലാ നന്മകളും, പഠനശാലകൾ, ഈ സെറ്റപ്പിൽ റിബാത്തുകൾ, ഇതൊക്കെ ബിദ്അത്തുകളാണ്. അതൊക്കെ സുന്നത്താണ്. സുന്നത്ത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മളെ കിതാബിലൊക്കെ ഉണ്ട് മൗലിദ് ബിദ്അത്താണ്. ആ ഹിജ്റ 300 ശേഷം വന്നായിക്കോട്ടെടോ, അത് ബിദ്അത്ത് തന്നെയാണ്. ബിദ്അത്തും മൻദൂബ, സുന്നത്താക്കപ്പെട്ട ആഖിറത്തിൽ പുണ്യം കിട്ടുന്ന ബിദ്അത്താണത്. അതിന് കുഴപ്പമില്ല ചങ്ങായി, അത് ചെയ്യണേ. ഈറ്റൊക്കെ അന്തല്ല. എന്നിട്ട് ഇവർ പറയും, നമ്മളെ ചില കിതാബിലൊക്കെ കാണുന്നത് ബിദ്അത്താണ് കാണുന്നത്. നമ്മൾ മൗലൂദുമായി ബന്ധപ്പെട്ട സംഗതി കണ്ട് ഓല കിതാബ് ഇതിനെ വിദ്യാർത്ഥി പറഞ്ഞു
ആൾ ചങ്ങായി സുന്നത്താ ബിദ്അത്താറാണ്. പിന്നെ കറാഹത്തുള്ള മക്രൂഹത്തായ ബിദ്അത്ത് കസുഖ്റുഫത്തുൽ മസാജിദ്, പള്ളി അലങ്കരിക്കുക. അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞ വഹാബി. പള്ളി ചൊറുക്ക് കൂട്ടുക സുധാന കാലത്തില്ല ബിദ്അത്ത, പക്ഷെ കുറ്റം കിട്ടുമില്ല, കറാഹത്ത. തസ്വീഖിൽ മസാഹിഫി, മുസാഫുകൾ അലങ്കരിക്കുക, ചൊറുക്ക് കൂട്ടുക, നല്ല ഉഷാറൊക്കെ കേട്ട്. പിന്നെ മുബാഹത്ത്, മുബാഹാണ്, കൂലില്ല കുറ്റമില്ല, ചെയ്യ. ഏതാ? കൽ മുസാഫഹത്തി അഖിബ സുബ്ഹി വൽ അസ്രി ലിമൻ കാന മഅഹു ഖബ്ല അസ്സലാ. നിസ്കാരത്തിൻ്റെ മുമ്പേ ആളുണ്ട്, എന്നാൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താകുക? സുബഹിക്കും അസുറിനും മുസാഫത്ത് ചെയ്യുക. അതെന്താണ്? മുബാഹത്ത, പുണ്യമൊന്നുമില്ല അതിൽ, വിദേഹത്വമാണ്. എന്നാൽ നിസ്കാരത്തിന് മുമ്പില്ല, നിസ്കാരം കഴിഞ്ഞാൽ പോകണ്ട, അപ്പോൾ ചെയ്യാം. കണ്ടല്ലേ? അമ്മായിദാലം വെക്കുമാഹു അഹദുൻ ഫമുസാഫഅത്തു മുസ്തഹബ്ബത്തുൻ. മുമ്പില്ലേ പിന്നെ എന്താണ്? മുസാഫത്ത് സുന്നത്ത്. ലിഅന്നഹ ഇൻദൽ ലിഖാഇ സുന്നത്തുൻ ബിൽ ഇജ്മാഅ്. മുസാഫത്ത് കണ്ടുമുട്ടുമ്പോഴേ അത് എന്താണ്? സുന്നത്താണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബിദ്അത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് ബേജാറായിട്ട് വന്നോന്നാ പേടിച്ച് നോളിച്ചണ്ട. ബിദ്അത്ത് 5 ഐറ്റുണ്ട്. അതിൽ മന്ദൂബത്തായ സുന്നത്തായ ബിദ്അത്താണ്, ആഖിറത്തിൽ പുണ്യം കിട്ടുന്ന ബിദ്അത്താണ് ഇത്. നമ്മളെ അമലുൽ മൗലി റബീഉൽ അവ്വൽ നമ്മൾ നടത്തുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ഇമാമിയങ്ങൾ പറഞ്ഞമായി പറഞ്ഞാൽ മതി. അതിന് തിരുചരിതയാണെന്നോ മറ്റോ മറിച്ചോ പറഞ്ഞ് നമ്മൾ സ്വീപ്പാൻ നിൽക്കണ്ട. സകല നമ്മളെ കിതാബിലൊക്കെ ഉണ്ട് പിന്നെ ബിദ്അത്താണ്. പിന്നെ മുമ്പ് വേറെ ചില തബീലുണ്ടൊക്കെ മുമ്പുണ്ട് പറഞ്ഞവരുണ്ട്, അതുപോട്ടെ. നമുക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. മാഷാ അല്ലാഹ്. അല്ലാഹു തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.